ഒരു സാധനമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു ഇതൊക്കെ കഴിച്ചു. അപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആണ് എന്നുള്ളത്. ഫ്ലൈറ്റ് ഡിലേ ആണെങ്കിലും നമുക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തേ പറ്റൂ. നമ്മൾ ആദ്യം ഒന്ന് അവരെ വിളിച്ച് ചോദിച്ചു നമുക്കൊന്ന് കുറച്ച് നേരം കൂടി റൂം സ്റ്റേ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്തായാലും ഫുഡ് കഴിച്ചിറങ്ങാം. അങ്ങനെ ഞങ്ങൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ വന്നു. അങ്ങനെ ഞങ്ങൾ കുൽച്ചയും ഒരു ബട്ടർ നാനും ചില്ലി ചിക്കനോ ജിഞ്ചർ ചിക്കനോ എന്തോ സംതിങ് ആണ് വാങ്ങിച്ച് കഴിച്ചത്. അതിനുശേഷം അവരിങ്ങനെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ കൊണ്ടുവച്ചു. അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മറ്റേ സിനിമയിൽ സുരാജിനെ എന്തോ ഓർമ്മ വന്ന് അത് കലക്കിയിട്ട് കുടിക്കുന്നത്. അതിനുശേഷം പാൻ മസാലയും ഈ ഒരു ജീരകത്തിൻ്റെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നപ്പം എന്ത് കിട്ടിയാലും എടുത്ത് വായിലിടുക, ട്രൈ ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് ആയതുകൊണ്ട് അവന് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വായിലെടുത്തിട്ടത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ പൊന്നളിയാ, ഞാൻ എൻ്റെ ജീവനും കൊണ്ടോടി. കഴിച്ചതും എവിടെ തുപ്പണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കണ്ണി കണ്ടത് കിട്ടിയാൽ എല്ലാം എടുത്ത് വയലോട്ടിടരുത് എന്നുള്ളൊരു സത്യാവസ്ഥയാണ്. ഞാൻ ശരിക്കും ഒരു പ്ലിങ്ങിയ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ കയ്യിലിരുന്ന മറ്റേ ആ ഒരു ജീരകത്തിൻ്റെ മസാല ആ സാധനം ഉള്ളത് കൊണ്ട് ഞാനത് വായിലിട്ടിട്ടാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്